നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ശശി തരൂരിന് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ലക്ഷ്മണരേഖ കടന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും KC വേണുഗോപാൽ. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും KC. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്തു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 165 കോടിയുടെ വികസന പദ്ധതികൾ തീരദേശത്ത് നടപ്പാക്കിയെന്നും സജി ചെറിയാൻ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവും സംഘർഷാവസ്ഥയും. നടപടി തുടരുമെന്ന് നഗരസഭ. തോട്ടപ്പള്ളിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. പല്ലന പടിക്കേടത്ത് സുഹൃദേതാണ് മരിച്ചത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പമ്പ ഗണപതി എന്ന വള്ളമാണ് തിരയിൽപ്പെട്ട് മറിഞ്ഞത്. വാർത്തകൾ വിശദമായി. ശശി തരൂരിന് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ലക്ഷ്മണരേഖ കടന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്നും വേണുഗോപാൽ. കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ട് ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്ന് വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, അതൊന്നും സംശയമില്ല. ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യമായ ഘടകമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ 52 വെട്ടുവെട്ടി ശരിയാക്കി കളയാമെന്ന പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യം. പക്ഷേ പാർട്ടിക്ക് ആശയങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്ന നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ലക്ഷ്മണരേഖ കടക്കുന്നുവെന്ന് തോന്നിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെയാണ് താൻ എതിർത്തത്. ഈ മാസം 20 മുതൽ പെൻഷൻ നൽകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. 21-ാം തീയതിയും പെൻഷൻ നൽകിയിട്ടില്ല. ധനമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. നമ്മുടെ ക്ഷേമ പെൻഷനുകളെ തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശികയായത് വിതരണം ചെയ്യുന്ന രീതിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ശക്തമായി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്. എല്ലാ മാസവും ഒരു കുടിശ്ശികയുമില്ലാതെ പെൻഷൻ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്തും 1600 രൂപ മാത്രമാണ് നൽകുന്നത്. അതും കുടിശ്ശികയാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. അതിനെതിരായിട്ട് ഒരുപാട് കോലാഹലമായിരുന്നു. ഇവിടെ എന്റെ വീട്ടിലേക്ക് മാർച്ച്, കോലം കത്തിക്കുക, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 16-ാം തീയതി ഇലക്ഷൻ 19-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ഈ മാസത്തെ കുടിശ്ശിക 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണം ചെയ്തൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതൊരു സർക്കാർ ഉത്തരവ് വേണമെങ്കിൽ ആ സർക്കാർ ഉത്തരവിലൂടെ കൊടുത്താൽ മതി. അതിനു പകരം ധനമന്ത്രി പത്രക്കുറിപ്പിറക്കി പത്രപ്രവർത്തകരുടെ വാട്സപ്പ് മെസ്സേജുകളുടെ മെസ്സേജ് നൽകി അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം തന്നെ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അതെന്റെ കയ്യിലുണ്ട്. ആ 16-ാം തീയതിയേക്ക് സാധാരണഗതിയിൽ ഒരു മാസത്തെ കുടിശ്ശിക കൊടുക്കുന്നതിന് ഒരു പ്രത്യേകമായ പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. ആ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. UDFന്റെ കാലത്തെ വിതരണം, അവർ ചെയ്ത വിതരണമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പറഞ്ഞ് ശരിയാണെന്ന് ആ ഉത്തരവ് തെളിയിച്ചിട്ടുണ്ട്. അന്നും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പൊ 20-ാം തീയതി കൊടുത്തില്ല, 21-ന് കൊടുത്തില്ല. വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള കള്ളക്കളി സർക്കാർ അവസാനിപ്പിക്കണം. ടൈം ന്യൂസ് ആലപ്പുഴ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കായിക അവാർഡുകൾ വിതരണം ചെയ്തു. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മാത്രം മത്സ്യമേഖലയിൽ 165 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്നും സജി ചെറിയാൻ പറഞ്ഞു. വിദ്യാഭ്യാസം കുട്ടികൾക്കുണ്ട്. വിദ്യാഭ്യാസത്തോടല്ല നമ്മുടെ ഈ സമൂഹം വളരില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചതായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന 2024-25 വർഷത്തെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണം ലിയോ 13 HSS ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്തെ ചരിത്ര നേട്ടമാണ് കൈവരിച്ചത്. 5 വർഷത്തിനുള്ളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 53.52 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റനുബന്ധ കോഴ്സുകളിലേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് കടന്നു വന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 97 മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ MBBS വിദ്യാഭ്യാസം നേടി. ഇത്തവണയും സൗജന്യ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന ക്ലാസുകൾ സർക്കാർ നൽകി. 26 കുട്ടികളാണ് MBBS പ്രവേശനം നേടിയത്. വിദേശ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി 2 മത്സ്യത്തൊഴിലാളി കുട്ടികളെ സർക്കാർ സൗജന്യമായി യൂറോപ്പിലയച്ച് പഠിപ്പിക്കുന്നുണ്ട്. തീരദേശത്ത് 75 ലൈബ്രറികളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കിയും മാറ്റിയിട്ടുണ്ട്. ഓൺലൈൻ പഠനമടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ 10 ടെക്നിക്കൽ സ്കൂളുകളിൽ 4 ഉന്നത നിലവാരത്തിലുള്ള സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റി. 6 സ്കൂളുകൾ കൂടി ഈ വർഷം സ്മാർട്ട് സ്കൂളുകളാകുമെന്നും ഇതിനായി 15 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PP ചിത്രരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ ആന്റി നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥൻ G ശാന്തകുമാർ ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് കമ്മീഷണർ H സലീം, മത്സ്യബോർഡ് അംഗങ്ങളായ സക്കീർ അലങ്കാരത്ത്, KK രമേശൻ, മത്സ്യത്തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. SL ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിലായിരുന്നു യോഗാ ദിനാചരണം ഒരുക്കിയത്. ചേർത്തല ഗവൺമെൻറ് ഹോമിയോപ്പതി ആശുപത്രി, ആയുഷ്മാൻ ഭവ യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാസന ചലഞ്ച് സൃഷ്ടിപരമായ ചലനങ്ങളുടെയും ആസനങ്ങളുടെയും സമന്വയത്തിലൂടെയുള്ള യോഗ ഡാൻസ് ചലഞ്ച്, പാരമ്പര്യ യോഗ പരമ്പരയിലൂടെയുള്ള അകാര ചാൻഡിങ് ചലഞ്ച് എന്നിവയാണ് യോഗ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരുന്നത്. SL ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന പരിപാടി PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മാരാർകുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനഭായ് അധ്യക്ഷത വഹിച്ചു. ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ ഹേമ തിലക് സ്വാഗതവും നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ നന്ദിയും പറഞ്ഞു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BG മോഹനൻ മുഖ്യാതിഥിയായി. ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ, ചേർത്തല ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജുമിലത്ത് PS, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധ സുരേഷ്, മാരാർകുളം വടക്ക് പഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ, ഡോക്ടർ ചിത്ര, ഡോക്ടർ ബാലകൃഷ്ണ ഷെണായി, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കോടന്തുരുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ആശുപത്രി ഹാളിൽ നടന്ന പരിശീലന പരിപാടിക്ക് യോഗ പരിശീലക ബിന്ദു മങ്ങാട് നേതൃത്വം നൽകി. കോടന്തുരുത്ത് ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ചമ്മനാട് സബ് സെൻ്ററിൻ്റെയും ആഭിമുഖ്യത്തിലായിരുന്നു യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ആശുപത്രി ഹാളിൽ രാവിലെ 10 ചേർന്ന യോഗം യോഗാ പരിശീലക ബിന്ദു മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ കൊച്ചു ത്രേസ്യ അധ്യക്ഷത വഹിച്ചു. ഭൂമിക്ക് വേണ്ടി യോഗ ഒരു ആരോഗ്യം എന്നതായിരുന്നു ഇക്കുറി യോഗാ ദിനത്തിൻ്റെ സന്ദേശം. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് യോഗയുടെ പ്രസക്തി എന്നതിനെ സംബന്ധിച്ച് പരിശീലക ബിന്ദു മങ്ങാട്ട് വിശദീകരിച്ചു. കോടന്തുരുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ ലേഖ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമാദേവി, JPHNമാരായ ബിന്ദു PS, BT ഘോഷ്, JHI മനീഷ, MLSPമാരായ സബിത, പ്രനിത, ആശാപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ തുടങ്ങിയവർ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് തുറവൂർ.
സേവാഭാരതി ചേർത്തല യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ചേർത്തല SS കലാമന്ദിറിലാണ് യോഗാ ദിനാചരണം ഒരുക്കിയത്. ചേർത്തല SS കലാമന്ദിറിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. ചേർത്തല ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗ ഫോർ വൺ ഹെൽത്ത് എന്നതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും ആരോഗ്യം പ്രാധാന്യം ചെയ്യാനും ആരോഗ്യം നിലനിർത്താനും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. നല്ലൊരു നാളേക്കായിട്ട് നമ്മുടെ ആരോഗ്യത്തോടെയുള്ള നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് യോഗ നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അതൊരു ജീവിത ശൈലിയാക്കാം. പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനെ രോഗങ്ങളെ നിയന്ത്രിക്കാനും രോഗം വരാതിരിക്കാനും നമുക്ക് യോഗ നമ്മുടെ ഒരു ജീവിതശൈലിയാക്കാം. ആയുർവേദ ആശുപത്രിയിലെ യോഗ കൺവീനർ ഡോക്ടർ ദീപ്തി ക്ലാസ് എടുത്തു. ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PN ജയശങ്കർ, സേവാഭാരതി ചേർത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജിത, ജനറൽ സെക്രട്ടറി നവീൻ കുമാർ, N സെക്രട്ടറി പ്രശാന്ത് M, ട്രഷറർ അജയൻ G നായർ, മീഡിയ കോർഡിനേറ്റർ ശ്യാം ഉദയൻ, ബിന്ദു VT എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. എക്സ് സർവീസ് മെൻ അസോസിയേഷൻ്റെയും NCCയുടെയും സംയുക്ത നേതൃത്വത്തിൽ യോഗാ ദിനാചരണം ഒരുക്കി. ചേർത്തല ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിലായിരുന്നു ദിനാചരണം നടന്നത്. കേരള ഗേൾസ് ഇൻഡപ് കമ്പനി NCC ചേർത്തലയുടെയും ചേർത്തല എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അന്തർദേശീയ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ അന്തർദേശീയ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല എക്സ് സർവീസ്മെൻ അസോസിയേഷൻ പ്രസിഡന്റ് സുശീലൻ, NB മുരളീധരൻ എന്നിവർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയൊക്കെ ഭാരതം യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹപ്രകാരം യോഗ അംഗീകരിച്ചത്. UN അംഗീകരിച്ചത് 2014. അതിനുശേഷം 2015 മുതൽ ജൂൺ 21 നമ്മൾ യോഗ ദിനമായിട്ട് ലോകം മുഴുവൻ ആചരിക്കുകയാണ്. ഭാരതത്തിന് ലോകത്തിന് കൊടുത്ത ഒരു സംഭാവനയാണ് യോഗ. 300ഓളം NCC കേഡറ്റുകളും 50ഓളം NCC ഉദ്യോഗസ്ഥരും എക്സ് സർവീസ്മെൻ അസോസിയേഷൻ അംഗങ്ങളും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. യോഗാചാര്യൻ ബാബുലാൽ R യോഗയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. യോഗാചാര്യൻ ബാബുലാലിന്റെ പുത്രി ആർദ്ര B ലാൽ കുട്ടികൾക്ക് യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തി. NCC കമാൻഡിംഗ് ഓഫീസർ കേരൾ അജയ് മേനോനെ പ്രതിനിധീകരിച്ച സീനിയർ GC1 രമ R നന്ദി പ്രകാശിപ്പിച്ചു. സുബേദാർ ജോയ് മുത്തു, ഹവിൽദാർ സജിത്ത്, ഹവിൽദാർ ഷെഖാവത്ത, ഹവിൽദാർ TS റാവു, ശശികുട്ടൻ വിശ്വനാഥൻ, രാമചന്ദ്ര പണിക്കർ, M അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ, അരവിന്ദാക്ഷൻ പിള്ള, നാരായണൻ, ഏനോമാരായ സൗമ്യ, അർച്ചന, ശ്രീജാമോൾ, അലീന എന്നിവർ യോഗാ ദിനാചരണത്തിന് നേതൃത്വവും നൽകി. ടൈം ന്യൂസ് ചേർത്തല. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല കിൻഡർ വുമൺ ആശുപത്രിയിലും ഗർഭിണികൾക്കായി യോഗാ പരിശീലനം സംഘടിപ്പിച്ചു. പ്രിനറ്റൽ ക്ലബിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേർത്തല കിൻഡർ ആശുപത്രിയിൽ ഗർഭിണികൾക്കായി യോഗാ പരിശീലനം സംഘടിപ്പിച്ചു. രോഗികളുടെ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യോഗാ ദിനത്തിൽ ഗർഭിണികളുടെ പ്രിനറ്റൽ യോഗ ക്ലബ്ബും ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും ഗർഭിണികൾക്ക് വേണ്ടിയുള്ള ഓൺലൈനായും ഓഫ്ലൈനായും യോഗ സെഷനുകൾ നടത്തും. സൗജന്യമായി നടത്തപ്പെടുന്ന യോഗ ക്ലബ്ബിലേക്ക് കിൻഡറിലെ ഗർഭിണികൾക്ക് മാത്രമല്ല മറ്റ് ആശുപത്രികളിലെ ഗർഭിണികൾക്കും പങ്കുചേരാമെന്നും കിൻഡർ അധികൃതർ അറിയിച്ചു. യോഗ കോർഡിനേറ്റർ ഡോക്ടർ നിമ്മി അലക്സാണ്ടർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നോർമൽ ഡെലിവറിക്ക് സഹായിക്കുന്ന ഏറ്റവും അറ്റീസ് നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം അതിന് വേണ്ട ടിപ്സ് എന്തൊക്കെയാണ് യോഗയിലുള്ള പ്രീനേറ്റൽ യോഗ ആസനാസ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്രൂഡ് ടൈപ്പ് ഓഫ് ആസനാസ്, ഓൾ സിമ്പിൾ ആൻഡ് സയൻറ്റിഫിക് ആസനാസ്. അതാണ് നമ്മൾ ഈ പ്രീനേറ്റൽ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ്നേറ്റൽ യോഗയ്ക്ക് നമുക്ക് സാധാരണ യോഗയാകാം. ആ ഒരു ഡെലിവറി കഴിഞ്ഞൊരു 3 months കഴിയുമ്പോൾ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിസേറിയൻ ആണെങ്കിൽ ഒരു 3-4 months ഒക്കെ കഴിഞ്ഞ് ഇഫ് ഹെർ ഡോക്ടർ സേസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കിൻഡർ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനന്തൻ KS, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധ സജീവൻ, ഡോക്ടർ രശ്മി JR, കിൻഡർ ആശുപത്രി ഗ്രൂപ്പ് CEO രഞ്ജിത്ത് കൃഷ്ണൻ, യൂണിറ്റ് ഹെഡ് ആൻഡോ ടിങ്കിൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല തണ്ണീർമുക്കം കോക്കമംഗലം സെൻറ് ആന്റണീസ് ഹൈസ്കൂളിലും യോഗ സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു.
ചേർത്തല തണ്ണീർമുക്കം കോക്കമംഗലം സെൻറ് ആന്റണീസ് ഹൈസ്കൂളിൽ യോഗ സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷ പരിപാടികൾ സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ ശ്രീകാന്ത് SR ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വിവിധ യോഗാഭ്യാസ മുറകളും പരിചയപ്പെടുത്തി. കുട്ടികളുടെ പരിപാടികളോടൊപ്പം അധ്യാപകരും പങ്കെടുത്തു. പ്രഥമാധ്യാപകൻ കുര്യാക്കോസ് ആന്റണി, PTA പ്രസിഡന്റ് സാനുമോൻ ജോർജ്, കൃഷ്ണപ്രിയ, മാത്യു ജേക്കബ്, നിറ്റി റോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഈ മാസം 26-ന് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നു. കൃഷിഭവൻ മുതൽ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് നമ്മുടെ യുവതലമുറ സിന്തറ്റിക് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. അതിനെതിരെ വലിയൊരു കണ്ണി നമ്മളെല്ലാം തന്നെ തീർക്കേണ്ടതുണ്ട്. വീട്ടിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും, അതേപോലെ തന്നെ കൊച്ചനുജന്മാരുൾപ്പെടെ അനുജത്തിമാരുൾപ്പെടെ മുഴുവൻ ആൾക്കാരും ഇതിനൊരു ഭാഗമാകും. ഈ ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിലുള്ള ഈ ഒരു കണ്ണി തീർത്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പരിപാടി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ആ ദിനത്തിൽ തന്നെ നമ്മൾ ഈ ചങ്ങല തീർക്കുകയാണ്. കൃത്യം രാവിലെ 11 മണിക്കാണ് ചങ്ങല തീർക്കുന്നത്. 11 മണി മുതൽ 11:05 വരെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ചങ്ങല തീർക്കുന്നത്. അങ്ങനെ മുഴുവൻ വ്യാപാരി സമൂഹം ഉൾപ്പെടെ നമ്മുടെ ഈ കണ്ണീട് അണിചേരുമ്പോൾ ഇതിന്റെ അനുബന്ധ പരിപാടികളായിട്ട് ഈ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി വൈകിട്ട് 6 മണിക്ക് വിവിധ വാർഡ് കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഒരു ജ്വാല അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ തന്നെ ലഹരി വിരുദ്ധ നാടകങ്ങൾ, അതേപോലെ തന്നെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. പാവക്കൂത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള രചനാ മത്സരങ്ങൾ, സ്കൂൾ തലങ്ങൾ ഉണ്ട്. അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ സെമിനാറുകൾ ഉൾപ്പെടെ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നു. ഈ മാസം 26-ന് പഞ്ചായത്തിൻ്റെ വടക്കേ അതിർത്തിയായ കൃഷിഭവൻ സ്വാഗതം ബോർഡ് മുതൽ തെക്കേ അതിർത്തിയായ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത്. രാവിലെ 11-നാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രവർത്തകരും വിദ്യാർത്ഥികളും ചങ്ങലയിൽ കണ്ണികളാവും. ഇതിൻ്റെ ഭാഗമായി ഞായറാഴ്ച ലഹരിവിരുദ്ധ ദീപം തെളിക്കും. തുടർന്ന് തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, രചനാ മത്സരങ്ങൾ, വാർഡ് തല ജാഗ്രതാ സമിതി യോഗങ്ങൾ എന്നിവയും നടക്കും. മനുഷ്യച്ചങ്ങലയിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആദ്യ കണ്ണിയും കൃഷിമന്ത്രി P. പ്രസാദ് അവസാന കണ്ണിയുമാകും. ദിലിമ ജോജോ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BR രജിത, ബിജു മല്ലാരി, രാജീവ് ആലിങ്കൽ തുടങ്ങിയവർ പങ്കെടുക്കും. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, വൈസ് പ്രസിഡന്റ് ഷിൽജ സലിം, വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷിജിൽ, പഞ്ചായത്ത് സെക്രട്ടറി J. സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടരും. വിവിധ സ്ഥലങ്ങളിൽ തർക്കവും സംഘർഷാവസ്ഥയും. അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി തുടരുമെന്ന് നഗരസഭ അധികൃതർ. ചേർത്തല നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികളാണ് തുടരുന്നത്. നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്ഥാപനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ചത്. ചേർത്തല എക്സ്റേ കവല മുതൽ വടക്കോട്ട് ദേവീക്ഷേത്രത്തിന് തെക്കുവശം വരെ പാതയോരത്ത് അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങൾ ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. ചേർത്തല അപ്സരക്കവലയുടെ പടിഞ്ഞാറ് ഭാഗത്തെയും താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ പരിസരത്തെയും അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാനാണ് രണ്ടാം ഘട്ടമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇവിടെ ചെറിയ തോതിൽ തർക്കവും പ്രതിഷേധവും ഉണ്ടായി.
തുടർന്ന് പോലീസെത്തി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. നഗരസഭ അനുവദിച്ച ബങ്കുകൾ ഒഴികെയുള്ള നിരവധി കടകളാണ് മാറ്റിയത്. നഗരസഭയുടെയും ദേവസ്വം ബോർഡിൻ്റെയും സ്ഥലത്ത് ദിനംപ്രതി കടകൾ വർദ്ധിക്കുന്നത് വ്യാപകമായ പരാതിക്ക് ഇടയാക്കിയിരുന്നു. വഴിയോര കച്ചവടമെന്ന പേരിൽ സ്ഥിരമായ സംവിധാനമാണ് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചേർത്തല കാർത്യായനി ദേവീക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം ബോർഡിനും പരാതി നൽകിയിരുന്നു. അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടരുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ടൈം ന്യൂസ് ചേർത്തല. തോട്ടപ്പള്ളിയിൽ നിന്ന് പോയ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. പല്ലന സ്വദേശി സുഹദേതാണ് മരിച്ചത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പമ്പ ഗണപതി എന്ന വള്ളമാണ് ശക്തമായ തിരമാലയിൽ മറിഞ്ഞത്. രണ്ടിടത്ത് കെട്ടുമ്പോഴത്തേക്ക് വെട്ടൊന്നാവും. തോട്ടപ്പള്ളിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പല്ലന പടിയിട്ടടുത്ത സുഖദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്താനായത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ മത്സ്യബന്ധനത്തിന് പോയ പമ്പ ഗണപതി എന്ന വള്ളമാണ് തിരയിൽപ്പെട്ട് മറിഞ്ഞത്. ടൈം ന്യൂസ് ആലപ്പുഴ. കായംകുളത്ത് വാഹനാപകടം. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. മുതുകുളം സ്വദേശി രമേഷ് കുമാറാണ് മരിച്ചത്. കായംകുളത്ത് വാഹനാപകടം. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ ONK ജംഗ്ഷന് സമീപത്താണ് അപകടം. സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മുതുകുളം ഗ്രീഷ്മത്തിൽ വീട്ടിൽ 51 വയസ്സുള്ള രമേഷ് കുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് നിലത്തു വീണ രമേഷ് കുമാറിൻ്റെ ദേഹത്തുകൂടി ബസ്സിൻ്റെ പിൻചക്രം കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് തന്നെ രമേഷ് കുമാർ മരണപ്പെട്ടു. പറവൂർ ദീപം ആശുപത്രിയിലെ നഴ്സായ രാജലക്ഷ്മിയാണ് ഭാര്യ. രേഷ്മ, ഗ്രീഷ്മ എന്നിവർ മക്കളും ഉമേഷ് മരുമകനുമാണ്. ടൈം ന്യൂസ് കായംകുളം. CPM നേതാവായിരുന്ന N. സോമന് സ്മരണാഞ്ജലി. N. സോമൻ ഓർമ്മയായിട്ട് 6 വർഷം തികയുന്നു. കായംകുളത്ത് അനുസ്മരണം. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം, DYFI KSYF ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കർഷക സംഘം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, DBEFI സംസ്ഥാന പ്രസിഡന്റ്, കാർത്തികപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ്, കണ്ടല്ലൂർ ബാങ്ക് പ്രസിഡന്റ്, കണ്ടല്ലൂർ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച N. സോമൻ ഓർമ്മയായിട്ട് 6 വർഷം തികയുകയാണ്. അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗവും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. M. അഭിലാഷ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി B. അബിൻഷാ, S. സുനിൽകുമാർ, C. അജികുമാർ, A. അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് കായംകുളം. പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തലയിലെ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിൽ. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ജൂൺ 24-ന് ആരംഭിക്കും. വ്യവസായ മന്ത്രി P. രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1975-ൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം 50 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ 24-ാം തീയതി മുതൽ 1 വർഷക്കാലം വളരെ സമുചിതമായി ആഘോഷിക്കുവാനാണ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നും ഊന്നി പറഞ്ഞുകൊണ്ട് വളരെ ഒരു വലിയ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഈ 25-ന്
24 തീയതി വൈകിട്ട് 5 മണിക്ക് ചേർത്തലയിൽ സംഘടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം നമ്മുടെ ആദരണീയനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട നമ്മുടെ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ നിർവഹിക്കും. MLAമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പ്രമുഖർ ആ സമ്മേളനത്തിൽ യൂണിയൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് സുവർണ ജൂബിലിയുടെ നിറവിലേക്ക്. 1975 സംസ്ഥാനത്ത് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് കരുത്തേകാൻ സ്ഥാപിക്കപ്പെട്ട സിൽക്ക 50 വർഷം പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24 ചേർത്തലയിലെ സിൽക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ യൂണിറ്റ് അങ്കണത്തിൽ വെച്ച് നടത്തുമെന്നും PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും തുടർന്ന് നടക്കുന്ന ലോഗോ പ്രകാശനം ആലപ്പുഴ MP KC വേണുഗോപാൽ നിർവഹിക്കുമെന്നും MLAമാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, ദലീമ ജോജോ എന്നിവർ പങ്കെടുക്കുമെന്നും സിൽക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, മാനേജിംഗ് ഡയറക്ടർ TG ഉല്ലാസ് കുമാർ എന്നിവർ അറിയിച്ചു. തുടർന്ന് സിൽക്ക് ജീവനക്കാരുൾപ്പെടുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ TM, സിൽക്ക് MD TG ഉല്ലാസ് കുമാർ, സിൽക്ക് ജനറൽ മാനേജർ ഷൈനി ജോസ് തറയിൽ, SFU യൂണിറ്റ് ഹെഡ് ഷാൽബിൻ MA, സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ CITU പ്രസിഡന്റ് ബാബു V, സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താർ, ഓൾ കേരള സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി S. ശ്യാംജിത്ത്, സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ CITU സ്റ്റേറ്റ് സെക്രട്ടറി ജിനു പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ 3 മുതൽ പള്ളിപ്പാന, ദശലക്ഷാർച്ചന എന്നീ ചടങ്ങുകൾ നടക്കും. അപൂർവമായ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാന തപസി ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ശ്രീ ഭഗവതി ദേവസ്വം, കോതേശ്വരം ദേവസ്വം നവംബർ മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കുന്ന പള്ളിപ്പാന, ദശലക്ഷാർച്ചന എന്നീ മഹത് കർമ്മങ്ങളുടെ ധനസമാഹരണം നടത്തി. വെള്ളിയാഴ്ച പകൽ 11 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ഉദ്ഘാടനം ചെയ്തു. മഹാക്ഷേത്രത്തിൽ നടക്കുന്ന ഈ വർഷം നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മത്തിൻ്റെ തുടക്കം, അതാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന കാര്യത്തിന് പിന്നിൽ. മനുഷ്യന് ആത്യന്തികമായി വേണ്ടത് സമാധാനമാണ്. ആ സമാധാനത്തിനായിട്ടാണ് എല്ലാവരും ആരാധനാലയങ്ങൾ പോകുന്നു. 1,00,000 ആളുകളുടെ ശമ്പളം കൊടുക്കുവാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരോക്ഷമായി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി തിരുവഴിയിലെ അമ്പലത്തിൽ വന്നതിന് ശേഷം അവിടെ ആൽത്തറയിലിരുന്നു കൊണ്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറയുമ്പോൾ പണമല്ല സമാധാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ പത്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ശങ്കരൻ മൂത്തത അധ്യക്ഷത വഹിച്ചു. KV ഉണ്ണികൃഷ്ണൻ, VN ബാബു, NK ജനാർദ്ദനൻ, TR മുകുന്ദൻ നായർ, സുചിത്ര, UR ജയചന്ദ്രൻ, ദിനീഷ് ദാസൻ, ഡോക്ടർ ജയൻ, G സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പള്ളിപ്പാന നിർവാഹക സമിതി ജനറൽ കൺവീനർ K സുകുമാർ സ്വാഗതവും പള്ളിപ്പാന നിർവാഹക സമിതി പബ്ലിസിറ്റി കൺവീനർ അരവിന്ദാക്ഷൻ നായർ തയ്യിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുന്നമട കായലോരത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്. നിരവധി പേർ പങ്കെടുത്തു. ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ് രാജീവ് ജെട്ടിക്ക് സമീപം ജെട്ടിക്ക് കിഴക്ക് പടിഞ്ഞാറ് 50 മീറ്ററോളം നീളത്തിൽ പുന്നമട കായൽ തീരത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു ജീവൻ പൊലിയരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് നീതിപൂർവമായ നടപടി ഉടൻ ഉണ്ടാവണമെന്ന ആവശ്യമുന്നയിച്ച ധർണാ സമരം സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ നവീൻ മാമൂട്ടിൽ സമരം ഉദ്ഘാടനം ചെയ്തു.
ഇതിന് ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസിഡന്റ് ബിനൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. ഫൊറോന പ്രസിഡന്റ് ദേവസ്യ പുളിക്കാശ്ശേരി, കൗൺസിലർ കൊച്ചി ത്രേസ്യാമ്മ ടീച്ചർ, ടോമി കടവൻ, തോമസ് കൊണ്ട്രകാട്, ടോമി പൂണിയിൽ, ഡയാന ജോയിക്കുട്ടി, ബേബിച്ചൻ തട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ARK ഡാൻസ് സ്റ്റുഡിയോയുടെയും മീഡിയ കമ്പനിയുടെയും നേതൃത്വത്തിൽ മെഗാ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. ജൂൺ 28, 29 തീയതികളിലായി ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിലാണ് മെഗാ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന ജൂൺ 28, 29 തീയതികളിലായി ചേർത്തല NSSൻ്റെ കരയോഗം ടൗൺ ഹാളിൽ വെച്ച് 2 ദിവസത്തെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം ഫാഷൻ ഷോ കോമ്പറ്റീഷനും 2ാമത്തെ ദിവസം മെഗാ ഡാൻസ് കോമ്പറ്റീഷനുമാണ് സംഘടിപ്പിക്കുന്നത്. ഒന്നാമത്തെ ദിവസം കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമായി ദുബായിൽ നിന്നുൾപ്പെടെ ഒരുപാട് കമ്പനികൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു പെജൻറ്റ് ഷോയും ഡിസൈനർ കോമ്പറ്റീഷനുമാണ് സംഘടിപ്പിക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ കേരളത്തിൻ്റെ ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമായി ഒരുപാട് വലിയ ഡാൻസ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയാണ്. രണ്ടും കൂടി ഏകദേശം 1000-ഓളം പേരാണ് ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയിലും അതുപോലെ പൊതുസമൂഹത്തിലൊക്കെ വളർന്നു വരുന്ന ലഹരിക്കൊക്കെ എതിരായിട്ട് അവരെ ഇതുപോലെയുള്ള കലാപരമായ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ആലോചിച്ചിട്ട് പോയിട്ടുള്ളത്. ചേർത്തല ആസ്ഥാനമായ ARK ഡാൻസ് സ്റ്റുഡിയോയുടെയും മീഡിയ കമ്പനിയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. ജൂൺ 28, 29 തീയതികളിലായി ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിലാണ് വേറിട്ട കോമ്പറ്റീഷൻ ഒരുക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമായി ഒട്ടേറെ കമ്പനികൾ ഈ മെഗാ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്നത് മുംബൈ SR കമ്പനിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒട്ടേറെ ഡാൻസ് ടീമുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മോഡലിംഗ് ടീമും ഡാൻസ് ടീമും ആയി ഏകദേശം 500ഓളം ആളുകളാണ് പങ്കെടുക്കുക. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് മെഗാ ഡിസൈനർ ഷോ ആൻഡ് പേജൻറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ARK ഡാൻസ് സ്റ്റുഡിയോയുടെയും മീഡിയ കമ്പനിയുടെയും CEO ആയ അതുൽ രാധാകൃഷ്ണൻ, ഫറൂഖ് അഹമ്മദ്, ആദർശ് എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. റിട്ടയർഡ് ഗണിതാധ്യാപകൻ KP രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. റിട്ടയർഡ് ഗണിതാധ്യാപകൻ KP രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക M മിനി അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജാസ്മിൻ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി MD ജോസഫ്, സാജു തോമസ്, ബിനി മേരി വർഗീസ്, എബിൻ ഡോളിച്ചൻ, എൽസമ്മ PT, വൈഭവ് കൃഷ്ണ, ദേവപ്രയാഗ്, ഇസ്മയിൽ അൻഷാദ്, കാദറൈൻ, ജെയ്മോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാധാകൃഷ്ണ പണിക്കർ ക്ലാസ് എടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ശശി തരൂരിന് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ലക്ഷ്മണരേഖ കടന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും KC വേണുഗോപാൽ. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും KC. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്തു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 165 കോടിയുടെ വികസന പദ്ധതികൾ തീരദേശത്ത് നടപ്പാക്കിയെന്നും സജി ചെറിയാൻ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവും സംഘർഷാവസ്ഥയും. നടപടി തുടരുമെന്ന് നഗരസഭ. തോട്ടപ്പള്ളിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. പല്ലന പടിക്കേടത്ത് സുഹൃദേതാണ് മരിച്ചത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പമ്പ ഗണപതി എന്ന വള്ളമാണ് തിരയിൽപ്പെട്ട് മറിഞ്ഞത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.